പാതിവില തട്ടിപ്പിൽ എൻജിഒ കോൺഫെഡറേഷൻ ബോർഡ് അംഗമായ ഷീബയുടെ വീട് ഇഡി പരിശോധിക്കുകയാണ്. കുമളി മുൻ പഞ്ചായത്ത് പ്രസിഡന്റും മഹിളാ കോൺഗ്രസ് ഇടുക്കി ജില്ലാ സെക്രട്ടറിയുമാണ്. ജെയിൻ എസ് രാജുവാണ് വിവരങ്ങളുമായുള്ളത്. ജെയിൻ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന ഇടുക്കി ജില്ലയിൽ പ്രധാനപ്പെട്ട പൊതുപ്രവർത്തകരിലേക്കും കൂടി കടന്നിരിക്കുകയാണ്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? സ്പൈ ആർട്സ് എന്ന് പറയുന്ന ഈ അനന്തകൃഷ്ണന്റെ സ്ഥാപനത്തിന്റെ ഒരു പ്രധാന ചുമതലക്കാരിയായിരുന്നു ഷീബ സുരേഷ്. ഇവർ ചെയർപേഴ്സൺ എന്ന പദവിയാണ് വഹിച്ചിരുന്നത്. സംസ്ഥാനത്തെ 7 ജില്ലകളുടെ ചുമതല ഇവർക്കായിരുന്നു എന്നുള്ളതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പുറത്തു വരുന്നത്. ഇവരുടെ കുമളിയിലെ വീട്ടിലാണ് ഇപ്പോൾ ഇഡി പരിശോധന നടത്തുന്നത്. നേരത്തെ ഈ വീട് ഇഡി ഉദ്യോഗസ്ഥരെത്തി സീൽ ചെയ്തിരുന്നു. കാരണം ഇവർ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇവർ ഈ വിവാദങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വിദേശത്തേക്ക് മകളുടെ അടുത്തേക്ക് പോയിരുന്നു. അതിനുശേഷം ഇന്നാണ് ഇപ്പോൾ മടങ്ങി വന്നത്. ഇവരുടെ സാന്നിധ്യത്തിലാണ് ഇഡി ഉദ്യോഗസ്ഥർ ഇപ്പോൾ പരിശോധന നടത്തുന്നത്. എൻജിഒ കോൺഫെഡറേഷൻ്റെ അംഗം കൂടി, ബോർഡ് അംഗം കൂടിയാണിവർ. മുൻ കുമളി പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ മഹിളാ കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി കൂടിയാണ്. ഇവരുടെ നേതൃത്വത്തിൽ കുമളി കേന്ദ്രീകരിച്ചും വിവിധ ജില്ലകൾ കേന്ദ്രീകരിച്ചും നിരവധി ആളുകളിൽ നിന്ന് പണം പിരിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട കോർഡിനേറ്റർമാരുടെ ഏകോപന ചുമതല കൂടി ഇവരാണ് വഹിച്ചിരുന്നത്. ഇവരുടെ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇവരുടെ ഇടപാടുകൾ, ഇവർക്ക് ഏതെങ്കിലും രീതിയിൽ പണം കിട്ടിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ ഇവർക്ക് കിട്ടിയ പണം ഏത് രീതിയിലാണ് ഇവർ ചിലവഴിച്ചത്, കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇഡി പരിശോധിക്കുന്നത്. ഇഡിയുടെ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. അഭിലാഷ്. ശരി, ജെയിൻ എസ് രാജുവാണ് വിവരങ്ങൾ നൽകിയത്.